First, let's see static testing basics. അതായത് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ പറയുന്നത്. സോ വാട്ട് ഇസ് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ്? നമ്മൾ മിക്കപ്പോഴും തന്നെ മാനുവൽ ടെസ്റ്റിംഗ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം എന്താണ് വാട്ട് ഇസ് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് എന്നുള്ളത്. എന്താണ് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ്? അതായത് ഒരു ആക്ച്വൽ കോഡ് ഓർ ദി ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്യാണ്ട് നമ്മൾ ആപ്ലിക്കേഷനെ ടെസ്റ്റ് ചെയ്തതാണ് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡൈനാമിക് ടെസ്റ്റിംഗ് വരിക. ദാറ്റ് മീൻസ് നമ്മൾ ആക്ച്വൽ ആ ഒരു ആപ്ലിക്കേഷനെ റൺ ചെയ്യിച്ചുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഡൈനാമിക് ടെസ്റ്റിംഗ് വരുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് മാത്രമാണ്. ഇവിടെ മാനുവൽ എക്സാമിനേഷൻ ആണ് പ്രോസസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ റിവ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ബട്ട് വി ക്യാൻ യൂസ് സം ടൂൾസ് ഓൾസോ. ടൂൾസും യൂസ് ചെയ്യാം ഫോർ സ്റ്റാറ്റിക് അനാലിസിസ്. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കാം ടെസ്റ്റ് ഒബ്ജക്റ്റീവ്സ്. സ്റ്റാറ്റിക് ടെസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, പിന്നെ ഡിഫക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് റീഡബിലിറ്റി, കറക്റ്റ്നെസ്, ടെസ്റ്റബിലിറ്റി, കൺസിസ്റ്റൻസി ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് അസസ് ചെയ്യുക. ഇതൊക്കെയാണ് സ്റ്റാറ്റിക് ടെസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. മനസ്സിൽ ഓർക്കുക, നമ്മൾ യൂഷ്വലി എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക? ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആപ്ലിക്കേഷൻ ഇതർ വെബ്സൈറ്റ് ആകാം ഓർ മൊബൈൽ ആപ്ലിക്കേഷൻ ആകും. നമ്മൾ ആപ്ലിക്കേഷൻ URL എടുക്കുന്നു, ദെൻ അതിൽ ഓരോ ഫീച്ചേഴ്സ് പോയി എക്സിക്യൂട്ട് ചെയ്യുന്നു അല്ലേ? ബട്ട് ഇത് അങ്ങനെയല്ല സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഈ സ്റ്റാറ്റിക് ടെസ്റ്റിങ്ങിൽ നമുക്ക് ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ കോഡ് ഉണ്ടല്ലോ, ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കോഡ്, ഇതെല്ലാം റിവ്യൂ ചെയ്ത് വായിച്ച് നോക്കി ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ള കാര്യം. ഓക്കെ, ദെൻ നമുക്കിനി വേറൊരു പോയിന്റ് നോക്കാം, അതായത് വെരിഫിക്കേഷൻ, വാലിഡേഷൻ. സോ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള രണ്ട് ടേംസ് ആണ് വെരിഫിക്കേഷനും വാലിഡേഷനും ഇൻ ടെസ്റ്റിങ്ങിൽ. സോ ഈ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് നമുക്ക് ഈ രണ്ട് പ്രോസസ്സിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. വേറൊരു ഇമ്പോർട്ടൻ്റ് ടേം വരുന്നതാണ് ഈ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ്, ദാറ്റ് ഇസ് യൂസർ സ്റ്റോറി എന്ന് പറയുക അല്ലേ? നമുക്ക് ഈ ഒരു യൂസർ സ്റ്റോറിയിൽ നിന്നാണ് നമ്മൾ പലപ്പോഴും ടെസ്റ്റ് കേസസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക. സോ ടെസ്റ്റേഴ്സ്, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അവരെല്ലാം ഹെൽപ്പ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? കൊളാബറേറ്റ് ഇൻ എക്സാമ്പിൾ മാപ്പിംഗ്, യൂസർ സ്റ്റോറി റൈറ്റിംഗ് ആൻഡ് ബാക്ക്ലോഗ് റിഫൈൻമെൻറ്റ്സ്. ഈ പ്രോസസ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ്. അതുപോലെ നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം എന്ത്? യൂസർ സ്റ്റോറീസ് മീറ്റ് ക്രൈറ്റീരിയ ലൈക്ക് ഡെഫിനേഷൻ ഓഫ് റെഡി. ദാറ്റ് മീൻസ് നമ്മുടെ എൻട്രി ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടല്ലോ, സോ അത് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുക. ഈ സ്റ്റാറ്റിക് ടെസ്റ്റിങ്ങിൻ്റെ റിവ്യൂ ടെക്നിക്സ് ഉണ്ട്, വിച്ച് ഈസ് അപ്ലൈ ടു എൻഷുർ യൂസർ സ്റ്റോറീസ് ആർ കംപ്ലീറ്റ്, അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് ഇംപ്രൂവ് ടെസ്റ്റബിൾ ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ. ടെസ്റ്റേഴ്സ് എക്സ്പ്ലോർ ചെയ്യുക, ചാലഞ്ച് ചെയ്യുക, ഇംപ്രൂവ് പ്രൊപ്പോസ് യൂസർ സ്റ്റോറീസ്. ഓക്കെ, ദാറ്റ് ഈസ് പാർട്ട് ഓഫ് റിവ്യൂ ടെക്നിക്സ്. ദെൻ വാട്ട് ആർ സ്റ്റാറ്റിക് അനാലിസിസ് ബെനിഫിറ്റ്സ്? എന്തൊക്കെയാണ് സ്റ്റാറ്റിക് അനാലിസിസിൻ്റെ ബെനിഫിറ്റ്സ് വരിക? ഒന്നെന്ന് പറഞ്ഞാൽ ഏർലിയർ സ്റ്റേജിൽ തന്നെ നമുക്ക് ഡിഫക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ആക്ച്വലി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണ്? ആപ്ലിക്കേഷനിലോട്ട് നമ്മൾ ചെയ്ത ഡൈനാമിക് ടെസ്റ്റിംഗ് എപ്പോഴും ചെയ്യാൻ പറ്റുക? ആക്ച്വലി ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ ശേഷം മാത്രമല്ലേ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റാറ്റിക് അനാലിസിസ് അങ്ങനല്ല. നമ്മൾ ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഏറ്റവും ഇനിഷ്യലി കിട്ടുന്ന കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും, കുറേ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കാം, ലൈക്ക് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കാം, ചില ഡിസൈൻ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടായിരിക്കാം, ഡെവലപ്പേഴ്സിൻ്റെ കോഡിംഗ് ഉണ്ടായിരിക്കാം. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം റിവ്യൂ ചെയ്യുന്നത് വഴി നമുക്ക് കൂടുതൽ ഡിഫക്ട്സിനെ ഓർ എറേഴ്സിനെ നമുക്ക് ഏറിയൽ സ്റ്റേജിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ അത് കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. സോ അത് വൺ ഓഫ് ദ എന്താ പറയുക മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റാറ്റിക് അനാലിസിസ് ആണ്. അതുപോലെ തന്നെ CI ഫ്രെയിംവർക്സുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആണ് സ്റ്റാറ്റിക് അനാലിസിസ്. പിന്നെ ഇതിൽ ഡിറ്റക്ട്സ് കോഡ് ഡിഫക്ട്സ്, ഇവാലുവേറ്റ്സ് മെയിൻറ്റൈനബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി. സ്റ്റാറ്റിക് അനാലിസിസ് ടൂൾസിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. സ്പെല്ലിംഗ് ചെക്കേഴ്സ് യൂസ് ചെയ്യാം, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടോ, റീഡബിലിറ്റി ടൂൾസ് യൂസ് ചെയ്യാം, പിന്നെ സോഴ്സ് കോഡിൻ്റെ ഡിഫക്ട്സ് ഐഡൻറ്റിഫൈ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ലെറ്റ്സ് സീ വർക്ക് പ്രോഡക്ട്സ് എക്സാമിനബിൾ ബൈ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ്. സ്റ്റാറ്റിക് ടെസ്റ്റിങ്ങിൽ നമുക്ക് എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് വെരിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്. ഞാൻ മുമ്പത്തെ നമ്മുടെ സ്ലൈഡിൽ ഓൾറെഡി പറഞ്ഞായിരുന്നു. നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കിട്ടുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ അതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ സ്റ്റാറ്റിക് അനാലിസിസ് പെർഫോം ചെയ്യുന്ന ഒരു വർക്ക് പ്രോഡക്റ്റ്. പിന്നെ ഒന്ന് സോഴ്സ് കോഡാണ്, പിന്നെ ടെസ്റ്റ് പ്ലാൻസ് ആൻഡ് ടെസ്റ്റ് കേസ് ഉണ്ട്, പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് ഐറ്റംസ് ഉണ്ട്, ടെസ്റ്റ് ചാർട്ടേഴ്സ് ഉണ്ട്, പ്രൊജക്ട് ഡോക്യുമെൻറ്റേഷൻ, കോൺട്രാക്ട്സ് ആൻഡ് മോഡൽസ്. സോ ഇത്രയാണ് കോമൺ ആയിട്ടുള്ള വർക്ക് പ്രോഡക്ട്സ് എക്സാമിനബിൾ ബൈ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ്. ഇനി എന്താണ് റിവ്യൂ ക്രൈറ്റീരിയ വരിക സ്റ്റാറ്റിക് എക്സാമിനേഷനിൽ?
Any work product that is readable and understandable can undergo a review. Okay, so നമുക്ക് റീഡബിൾ ആയിട്ടുള്ള അതായത് നമുക്ക് നോക്കി റിവ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്ത് വർക്ക് പ്രൊഡക്റ്റ് ആണോ അത് നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി സ്റ്റാറ്റിക് അനാലിസിസിന് വേണ്ടിയുള്ള ചില റിക്വയർമെന്റ്സ് എന്താണ്? For static analysis, work products need a structured format. Structured format ആയിരിക്കണം. ഇപ്പോൾ അത് മോഡൽസ് ആകാം, കോഡ് ആകാം, ഫോർമൽ സിൻടാക്സ് ആകാം. സോ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഫോർമാറ്റുള്ള കാര്യങ്ങളായിരിക്കണം ആ ഒരു വർക്ക് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഇനി സ്റ്റാറ്റിക് ടെസ്റ്റിങ്ങിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യാം? അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ചില തേർഡ് പാർട്ടി കോഡൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതൊന്നും നമുക്ക് സ്റ്റാറ്റിക് അനാലിസിസ് ചെയ്യേണ്ട പറ്റില്ല. കാരണം എന്താ, ചില ലീഗൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. സോ നമുക്ക് അവർ ഹാൻഡ് ഔട്ട് ചെയ്യുന്നില്ല, അതായത് നമുക്ക് ഒരിക്കലും സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റത്തില്ല. സോ അത് എന്താ പറയുക, ഒരു നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് വർക്ക് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ്. ദാറ്റ് മീൻസ് ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, അതായത് ഫസ്റ്റ് വൺ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു. എന്താണ്? ഡിഫക്ട്സിനെ ഏർലിയസ്റ്റ് ഫേസസ് ഓഫ് STLC തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ 7 പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ ടെസ്റ്റിങ്ങിൽ, എന്തൊക്കെയാണ്? അതിനകത്ത് വരുന്ന ഒന്നാണ് ഏർലി ടെസ്റ്റിംഗ് എന്ന് പറയുക. സോ ഏർലി ടെസ്റ്റിംഗ് എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റി ഇഫ് യു ആർ ഫോളോയിങ് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ്. ഞാൻ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞായിരുന്നു അല്ലേ, നമുക്ക് ആദ്യം തന്നെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് റിവ്യൂ ചെയ്യുന്നത് വഴി നമുക്ക് കൂടുതൽ എറേഴ്സ് പിന്നീട് ഉണ്ടാകുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ടെസ്റ്റിങ്ങിൽ, അതായത് നമ്മൾ കോഡ് എക്സിക്യൂട്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടുള്ള ടെസ്റ്റിങ്, അതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത പല ഡിഫക്ട്സിനെ നമുക്ക് സ്റ്റാറ്റിക് ടെസ്റ്റിങ്ങിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. വേറൊരു ബെനിഫിറ്റാണ് നമ്മൾ ഈ ക്വാളിറ്റി ഓഫ് വർക്ക് പ്രൊഡക്ട്സ് ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ആക്ച്വൽ സ്റ്റേ ഹോൾഡേഴ്സിൻ്റെ നീഡ്സ് ഒക്കെ നമുക്ക് ഇവരിത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. അതുവഴി നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ സ്റ്റേ ഹോൾഡർ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യും സ്റ്റാറ്റിക് ടെസ്റ്റിങ്ങിൽ, വിച്ച് പ്രൊമോട്ട്സ് ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എമംഗ് സ്റ്റേ ഹോൾഡേഴ്സ്. പിന്നെ മറ്റൊന്നാണ് കോസ്റ്റ് എഫക്റ്റീവ്നെസ്. ഈ റിവ്യൂസ് നമുക്ക് നേരത്തെ തന്നെ പ്രോസസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ പിന്നീടുണ്ടാകുന്ന എറേഴ്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുവഴി കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ പറ്റും നമ്മുടെ SDLCനെ. ഒരു ലെസ് ടൈം ആൻഡ് എഫേർട്ട് ആണ് നീഡഡ് ഫോർ ഫിക്സിംഗ് ഡിഫക്ട്സ് ലൈറ്റർ ഇൻ ദ പ്രൊജക്റ്റിൽ പിന്നീടുണ്ടാകുന്ന എറേഴ്സിനൊക്കെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ടൈം എടുക്കും, എഫേർട്ട് എടുക്കും. സോ നമ്മൾ ഈ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് വഴി ഏർലിയർ ആയിട്ട് ഡിഫക്ട്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു മെനക്കേട് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ എന്താണ് എഫിഷ്യൻറ്റ് ഡിഫക്ട് ഡിറ്റക്ഷൻ വിത്ത് സ്റ്റാറ്റിക് അനാലിസിസ്. സ്റ്റാറ്റിക് അനാലിസിസ് ഡിഫക്ട്സ് സർട്ടൺ കോഡ് ഡിഫക്ട്സ് മോർ എഫിഷ്യൻ്റ്ലി ദാൻ ഡൈനാമിക് ടെസ്റ്റിംഗ്. സോ ഡൈനാമിക് ടെസ്റ്റിംഗ് വഴി കോഡ് ഡിഫക്ട്സ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെക്കാളും വളരെ ഈസിയർ ആണ് സ്റ്റാറ്റിക് ടെസ്റ്റിങ്ങിലൂടെ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് അനാലിസിസ് ആൻഡ് ഡൈനാമിക് ടെസ്റ്റിംഗ് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് തിങ്, സ്റ്റാറ്റിക് ടെസ്റ്റിങ്ങിലും ഡൈനാമിക് ടെസ്റ്റിങ്ങിലും രണ്ടിലും നമ്മൾ ചെയ്യുന്നത് എന്താണ്? കോമൺ ഒരു കാര്യം, ഫൈൻഡിങ് ഡിഫക്ട്സ് അല്ലേ, ആ രണ്ടും സെയിം ആണ്. പക്ഷേ ഡൈനാമിക് ടെസ്റ്റിങ്ങിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത പല ഡിഫക്ട്സിനെ നമുക്ക് സ്റ്റാറ്റിക് ടെസ്റ്റിങ്ങിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് ബെനിഫിറ്റ് സെക്കൻഡ് ഡിഫറൻസ് ആണ് സ്റ്റാറ്റിക് ടെസ്റ്റിങ്ങിൽ വിച്ച് ഫൈൻഡ്സ് ഡിഫക്ട്സ് ഡയറക്ട്ലി സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ഡിഫക്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ബട്ട് ഡൈനാമിക് ടെസ്റ്റിങ്ങിൽ എങ്ങനെയാ അത് ഫെയിലേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ദ ഡിഫക്ട്സ് ആർ ഐഡന്റിഫൈഡ് ത്രൂ അനാലിസിസ്. സോ പിന്നീടുള്ള അനാലിസിസ് വഴിയാണ് ഡിഫക്ട്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് പറഞ്ഞ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാവുന്ന സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഡൈനാമിക് ടെസ്റ്റിങ്ങിന് ഇപ്പോൾ ഞാൻ ചെയ്യുവാണ്, ഫേസ്ബുക്കിൻ്റെ ലോഗിൻ പേജിൽ ടെസ്റ്റ് ചെയ്യുകയാണ്. സോ ഒരു വാലിഡ് യൂസർ നെയിമും ഇൻവാലിഡ് പാസ്വേഡും കൊടുത്ത് ഞാൻ ചെയ്യുകയാണ്. സോ എന്ത് സംഭവിക്കും? അവിടെ ഫെയിലിയർ ഞാൻ ഉണ്ടാക്കുന്നു. സോ ആ ഒരു ഫെയിലിയർ ഉണ്ടായതിനു ശേഷം എനിക്ക് മനസ്സിലാവും ഓക്കെ സം ഡിഫക്റ്റ് ഇസ് ദർ. ഇപ്പോൾ ഇൻ കേസ് അത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഡൈനാമിക് ടെസ്റ്റിംഗ് ക്രിയേറ്റ്സ് ദ ഫെയിലിയേഴ്സ്, ദെൻ ദ ഡിഫക്ട്സ് ആർ ഐഡന്റിഫൈഡ് ത്രൂ ദ അനാലിസിസ്. അതാണ് സെക്കൻഡ് പോയിന്റ് വരുന്നത്. തേർഡ് വൺ, static testing is better at finding defects in code paths that are rarely used or hard to reach in dynamic testing. So code pathilokkeയുള്ള ചില ഡിഫക്ട്സിനെ അത് ഡൈനാമിക് ടെസ്റ്റിംഗ് വഴി നമുക്ക് അങ്ങനത്തെ ഡിഫക്ട്സിനെ എപ്പോഴും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കണം നിർബന്ധമില്ല. ആ ടൈപ്പ് ഓഫ് ഡിഫക്ട്സിനെ നമുക്ക് ബെറ്റർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇഫ് യു ആർ ഫോളോയിങ് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ്. നെക്സ്റ്റ് ഡിഫറൻസ് ആണ് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ക്യാൻ ബി അപ്ലൈഡ് ടു നോൺ എക്സിക്യൂട്ടബിൾ ഐറ്റംസ്. എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത വർക്ക് പ്രൊഡക്ട്സിലാണ് നമ്മൾ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് അപ്ലൈ ചെയ്യുക. ബട്ട് ഡൈനാമിക് ടെസ്റ്റിങ്ങോ റൺ ചെയ്യാൻ പറ്റുന്ന ഐറ്റത്തിലാണ് ഡൈനാമിക് ടെസ്റ്റിംഗ് അപ്ലൈ ചെയ്യുക. അതുപോലെ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് മെഷർ ചെയ്യുന്നത് ചില ക്വാളിറ്റീസ് ലൈക്ക് മെയിൻറ്റനബിലിറ്റി ഒക്കെയാണ്.
ബട്ട് ഈ മെയിൻറ്റനബിലിറ്റി ഒന്നും നമുക്ക് ഡൈനാമിക് ടെസ്റ്റിംഗ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ എന്താണ് മെയിൻറ്റനബിലിറ്റി എന്ന് പറഞ്ഞാൽ? മെയിൻറ്റനബിലിറ്റി മീൻസ് നമുക്ക് എത്ര ഈസിയർ ആയിട്ടാണ് ആ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ്റെ ഫങ്ഷണാലിറ്റീനെ പ്രോപ്പറായിട്ട് എന്താ പറയുക ഓവർ ടൈം കറക്റ്റ്ലി ഓവർ ടൈം കഴിയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് എന്താ പറയുക പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു, ആ ഒരു ഈസിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആ ഒരു ടെസ്റ്റിംഗ് ആണ് മെയിൻറ്റനബിലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തൊക്കെയാണ് മെയിൻറ്റനബിലിറ്റിക്ക് ടെസ്റ്റ് ചെയ്യുക? നമ്മളവിടെ കോഡിൻ്റെ മോഡിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്യും. അത് എത്രത്തോളം ഈസ് ഓഫ് മോഡിഫൈങ് ദ കോഡ് എത്രത്തോളം എങ്ങനെയാണെന്ന് നോക്കും. അതായത് എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നീട് ഫിക്സ് ചെയ്യാനുള്ള എന്തുമാത്രം എളുപ്പമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. പിന്നെ റീഡബിലിറ്റി നോക്കും, ക്ലിയർ ഓർ ക്ലാരിറ്റി ഓഫ് ദ കോഡ് നോക്കും. പിന്നെ ഈസ്നെസ് ഓഫ് ഡീബഗിങ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് ചെക്ക് ചെയ്യും. പിന്നെ ഡോക്യുമെന്റേഷൻ ടെസ്റ്റ് കവറേജ് ചെക്ക് ചെയ്യും. സോ ഇതൊക്കെയാണ് മെയിൻറ്റനബിലിറ്റിക്കകത്ത് വരുന്നത്. സോ ഈ ടൈപ്പ് ഓഫ് കാര്യങ്ങളൊക്കെ എവിടെ ചെയ്യാം? സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ആണ് ചെയ്യുക. ബട്ട് വി കനോട്ട് പെർഫോമിങ് ഡൈനാമിക് ടെസ്റ്റിംഗ്. അപ്പോൾ ഡൈനാമിക് ടെസ്റ്റിംഗ് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ലൈക്ക് എന്താണ്? പെർഫോമൻസ് ടെസ്റ്റിംഗ് അല്ലേ? സോ പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് മാത്രമേ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റൂ. സോ അത് ഡൈനാമിക് ടെസ്റ്റിംഗ് മാത്രമേ ചെയ്യാൻ പറ്റൂ, നമുക്ക് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് അത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത്രയാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ആൻഡ് ഡൈനാമിക് ടെസ്റ്റിംഗ് വരുന്നത്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ടിപ്പിക്കൽ ഡിഫക്ട്സ് ദാറ്റ് ആർ ഈസിയർ ടു ഫൈൻഡ് ത്രൂ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ആണ്. ഡൈനാമിക് ടെസ്റ്റിങ്ങിനെക്കാട്ടിൽ കുറച്ചൊരു ഈസിയർ ആയിട്ട് നമുക്ക് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് വഴി ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്ന ടൈപ്സ് ഓഫ് എറേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്താണ് ഡിഫക്ട്സ് ഇൻ റിക്വയർമെന്റ്സ് അല്ലേ? നമുക്ക് കിട്ടുന്ന ലിസ്റ്റ് ഓഫ് റിക്വയർമെന്റ്സ് എന്നിരിക്കും. അതായത് ലോഗിൻ പേജ് വേണം, ലോഗിൻ പേജിൽ തന്നെ 2 ടെക്സ്റ്റ് ബോക്സ് വേണം, കളർ ഇങ്ങനെ ആവണം, ലോഗോ ഇന്ന സൈഡിൽ വരണം, ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്പർ ഓഫ് റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കും. സോ ഈ റിക്വയർമെന്റ്സിൽ എന്തെങ്കിലുമൊക്കെ ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും സ്റ്റാറ്റിക് ടെസ്റ്റിംഗിൽ. സോ എന്തൊക്കെ ഡിഫക്ട്സ് വരാം റിക്വയർമെന്റ്സിൽ? അതായത് ഇൻകൺസിസ്റ്റൻസീസ് വരാം, ആംബിഗ്വിറ്റീസ് വരാം, കോൺട്രഡിക്ഷൻസ് വരാം, ഒമിഷൻസ്, ഇൻആക്യുറസീസ്, ഡ്യൂപ്ലിക്കേഷൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് മിസ്റ്റേക്സ് സംഭവിക്കാം. സോ അതിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും സ്റ്റാറ്റിക് ടെസ്റ്റിംഗിൽ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ആണ് ഡിസൈൻ ഡിഫക്ട്സ്. അതായത് പ്യുവർ മോഡലൈസേഷൻ, ഇൻഎഫിഷ്യന്റ് ഡാറ്റാബേസ് സ്ട്രക്ചേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. തേർഡ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ആണ് കോഡിംഗ് ഡിഫക്ട്സ് അല്ലെ? കോഡിനകത്ത് എറേഴ്സ് വരുന്നത്. ഇപ്പം അൺഡിക്ലെയർഡ് വേരിയബിൾസ്, വേരിയബിൾ വിത്ത് അൺഡിഫൈൻഡ് വാല്യൂസ്, ഇങ്ങനെയൊക്കെയുള്ള എറേഴ്സ് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ഇസ് ഡീവിയേഷൻസ് ഫ്രം സ്റ്റാൻഡേർഡ്സ് ആണ്. ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കാം, അതായത് ചില നെയിമിംഗ് കൺവെൻഷൻസും കാര്യങ്ങളൊക്കെ അതൊന്നും ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഡിഫക്റ്റ് ആണ്. അത് നമുക്ക് സ്റ്റാറ്റിക് ടെസ്റ്റിങ്ങിനകത്ത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ ഇൻകറക്റ്റ് ഇന്റർഫേസ് സ്പെസിഫിക്കേഷൻസ്, പിന്നെ സ്പെസിഫിക് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി വൾണറബിലിറ്റീസ്, ഇപ്പം ബഫർ ഓവർഫ്ലോ, മെമ്മറി ഓവർഫ്ലോ, ഇങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. സോ ഇങ്ങനെയൊക്കെയുള്ള വൾണറബിലിറ്റീസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഗ്യാപ്സ് ഓർ ഇൻആക്യുറസീസ് ഇൻ ടെസ്റ്റ് ബേസ് കവറേജ്, അതായത് മിസ്സിംഗ് ടെസ്റ്റ് ഫോർ ആൻഡ് ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ. സോ ഒരു ആക്സെപ്റ്റൻസ് ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ടെസ്റ്റ് കേസ് മിസ്സിംഗ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും ഇൻ സ്റ്റാറ്റിക് ടെസ്റ്റിംഗ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫീഡ്ബാക്ക് ആൻഡ് റിവ്യൂ പ്രോസസ്. അതിൽ തന്നെ വരുന്ന സബ് ടോപ്പിക്കിൽ ഫസ്റ്റ് വൺ ആണ് ബെനിഫിറ്റ്സ് ഓഫ് ഏർലി ആൻഡ് ഫ്രീക്വന്റ് സ്റ്റേ ഹോൾഡർ ഫീഡ്ബാക്ക് ആണ്. നമുക്ക് സ്റ്റേ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയില്ല. അതായത് ഡെവലപ്മെന്റ് ടീം വരാം, ഡിസൈൻ ടീം വരാം, ടെസ്റ്റേഴ്സ് വരാം, പിന്നെ എന്താ ബിസിനസ് അനലിസ്റ്റ് വരാം, ഈവൻ ക്ലയൻസ് വരാം, പ്രൊജക്ട് മാനേജേഴ്സ് വരാം, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെല്ലാം വരുന്നത് നമ്മുടെ ആ പ്രൊജക്ട് ഓർ ആപ്ലിക്കേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റിക്ക് പറഞ്ഞ പേരാണ് സ്റ്റേ ഹോൾഡേഴ്സ് എന്ന്. ഓക്കെ, അത് എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്യാം. സോ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? ഇപ്പോൾ ഈ സ്റ്റേ ഹോൾഡേഴ്സിന്റെ ഫീഡ്ബാക്ക് നമ്മൾ ഏർലിയർ ആയിട്ട് തന്നെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഫീഡ്ബാക്ക് കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ അലോ ഏർലി കമ്മ്യൂണിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ക്വാളിറ്റി പ്രോബ്ലംസ്. സോ ആദ്യം തന്നെ നമുക്ക് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ക്വാളിറ്റി പ്രോബ്ലംസിനെ കുറിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടും. അതുപോലെ പിന്നീട് ഒരു സ്റ്റേ ഹോൾഡേഴ്സിൽ നിന്ന് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പിന്നീട് ലേറ്റർ സ്റ്റേജിൽ കിട്ടുന്നതിനെക്കാട്ടിൽ ബെറ്റർ ആയിരിക്കും ഫസ്റ്റ് തന്നെ കിട്ടുക എന്നുള്ളത്. പിന്നീട് ഈ സ്റ്റേ ഹോൾഡേഴ്സ് ഇൻവോൾവ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും ചില ഇഷ്യൂസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രൊഡക്റ്റ് മിസ്മാച്ചസിന് കാരണമാകാം. അതുപോലെ കോസ്റ്റ്ലി ആയിട്ട് റീവർക്ക് ചെയ്യേണ്ടി വരും. അവർ കൂടുതൽ എന്താ പറയുക റീവർക്കിംഗ് കോസ്റ്റ് തരും, അത് മേ ബി മോർ കോസ്റ്റ്ലി. സോ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. പിന്നെ ബെനിഫിറ്റ്സ് ഓഫ് ഫ്രീക്വന്റ് സ്റ്റേ ഹോൾഡർ ഫീഡ്ബാക്ക് എന്തെന്ന് പറഞ്ഞാൽ ഒന്ന് പ്രിവെന്റ്സ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അബൌട്ട് റിക്വയർമെന്റ്സ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ എൻഷുവേഴ്സ് ടൈംലി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് റിക്വയർമെന്റ് ചേഞ്ചസ്. ഇനി എങ്ങനെയാണിത് ഡെവലപ്മെന്റ് ടീമിൽ ഇമ്പാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്കിങ്ങനെ ഏർലിയർ ആയിട്ട് തന്നെ ഫീഡ്ബാക്ക് കിട്ടുവാണെങ്കിൽ ഇറ്റ് ഇംപ്രൂവ് ദ ടീംസ് അണ്ടർസ്റ്റാൻഡിങ്. ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ബെറ്റർ ആക്കുന്നു. അവരുടെ ടീമിന് കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും അവരുടെ എന്താ പറയുക നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സിലോട്ട്. സോ അതുവഴി നമുക്ക് കുറച്ച് വർക്ക് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും.
നെക്സ്റ്റ് റിവ്യൂ പ്രോസസ് ആക്ടിവിറ്റീസ് ആണ്. അവിടെ 5 ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് 1 by 1 നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്ലാനിങ്. എല്ലാ പ്രോസസ്സിന്റെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് പ്ലാനിങ് ആയിരിക്കും. അതുപോലെ റിവ്യൂ പ്രോസസ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. സോ വാട്ട് ഹാപ്പൻസ് ഇൻ പ്ലാനിങ്? അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സ്കോപ്പ്, പർപ്പസ്, വർക്ക് പ്രൊഡക്റ്റ്, ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്, ഏരിയാസ് ഓഫ് ഫോക്കസ്, എക്സിറ്റ് ക്രൈറ്റീരിയ, സ്റ്റാൻഡേർഡ്സ്, എഫോർട്ട് ആൻഡ് ടൈം ഫ്രെയിംസ് ഫോർ ദ റിവ്യൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പ്ലാനിംഗ് എന്നുള്ള ആ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ് സ്റ്റേജ് ആണ് റിവ്യൂ ഇനിഷ്യേഷൻ വരുന്നത്. അവിടെ എന്താ ചെയ്യുക? എൻഷുർ ഓൾ പാർട്ടിസിപ്പൻസ് ആർ പ്രിപ്പയർഡ്. അവിടെ നമ്മൾ മേക്ക് ഷുവർ ചെയ്യുക ഈ റിവ്യൂ പങ്കെടുക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസ് പ്രിപ്പയർഡ് ആണെന്നുള്ളത്. ആൻഡ് ദേ ഹാവ് ആക്സസ് ടു ദ വർക്ക് പ്രൊഡക്റ്റ്. അവർക്ക് വർക്ക് പ്രൊഡക്ട്സിലേക്കുള്ള ആക്സസ് ഉണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഓൾ അണ്ടർസ്റ്റാൻഡ് ദർ റോൾസ് ആൻഡ് റിസീവ് നെസസറി മെറ്റീരിയൽസ്. ദാറ്റ് ഈസ് സെക്കൻഡ് ഫേസ് ഓർ സെക്കൻഡ് ആക്ടിവിറ്റി. തേർഡ് ആക്ടിവിറ്റി ആണ് individual review. So reviewers assess the work product individually applying review techniques. So ചില റിവ്യൂ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് റിവ്യൂവേഴ്സ് അവർക്ക് കിട്ടിയ വർക്ക് പ്രൊഡക്റ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് റിവ്യൂ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ടെസ്റ്റ് ചെയ്യുകയാണ്. എന്തൊക്കെയാ അപ്പം റിവ്യൂ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ, എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ സെനാരിയോ ബേസ്ഡ് ആകാം, ചെക്ക് ലിസ്റ്റ് ബേസ്ഡ് ആകാം. സോ ഇങ്ങനെയുള്ള റിവ്യൂ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് ഇൻഡിവിജ്വൽ പേഴ്സൺസ് അതിനെ റിവ്യൂ പെർഫോം ചെയ്യുന്നു. പിന്നെ അവർ കണ്ടെത്തുന്ന എല്ലാ ഫൈൻഡിങ്സും പ്രോപ്പറായിട്ട് ലോഗ് ചെയ്യണം. നെക്സ്റ്റ് ആക്ടിവിറ്റി ആണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അനാലിസിസ്. സോ വൺസ് നമ്മൾ അനോമലീസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്കസ് ചെയ്യുന്നു, അതുപോലെ റിവ്യൂ മീറ്റിംഗിൽ അനലൈസ് ചെയ്യുന്നു. പിന്നീട് ഡിസൈഡ് സ്റ്റാറ്റസ്, ഓണർഷിപ്പ് ആൻഡ് റിക്കോർഡ് ആക്ഷൻസ് ഫോർ ഈച്ച് അനോമലി. സോ ഓരോ അനോമലിക്കും വേണ്ട സ്റ്റാറ്റസ്, അത് പിന്നീട് എന്തെങ്കിലും ആക്ഷൻസ് വേണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കഷൻ പെർഫോം ചെയ്യുക. സോ ഇതാണ് ആ ഒരു സ്റ്റേജിൽ ആ ഒരു ആക്ടിവിറ്റിയിൽ നടക്കുക. ആൻഡ് ദ ലാസ്റ്റ് ആക്ടിവിറ്റി ആണ് ഫിക്സിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. A defect report is created for each defect, tracking corrective actions and ensuring follow-up. ഒരിക്കലും ഡിഫക്ട് റിപ്പോർട്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിഫക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ഡിഫക്ട്സിനെയും ലോഗ് ചെയ്യുന്ന ഒരു റിപ്പോർട്ട്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. സോ ആ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? നമ്മൾ ട്രാക്ക് ചെയ്യണം കറക്റ്റീവായുള്ള ആക്ഷൻസ്, അതുപോലെ ഫോളോ അപ്പ് ചെയ്യുക. സോ ഇത്രയാണ് റിവ്യൂവിൻ്റെ വരുന്ന ആക്ടിവിറ്റീസ്, റിവ്യൂ പ്രോസസ് ആക്ടിവിറ്റീസ്. ഈ 5 ആക്ടിവിറ്റീസ് ഓർത്തിരിക്കുക. എന്താണ് അതിൽ പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ എന്നോട് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. നെക്സ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ റിവ്യൂസ്. സോ ദർ ആർ ഡിഫറെൻറ്റ് റോൾസ് ഇൻ റിവ്യൂ മീറ്റിംഗ്സിൽ ചില റോൾസ് ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മാനേജറാണ്. മാനേജർ എന്താണ്? നമുക്കറിയാലോ, അതായത് ഏതൊരു പ്രൊജക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ജോബ് ആണെങ്കിലും അവിടെ ഒരു മാനേജർ എന്ന ആളുണ്ടായിരിക്കും. സോ എന്താണ് പുള്ളിയുടെ ജോലി? Decides what is to be reviewed and provides resources such as staff and time for the review. അതിനുവേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ മാനേജ് ചെയ്യുക. അതായത് റിസോഴ്സിനെ പ്രൊവൈഡ് ചെയ്യുക, സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യുക, പിന്നെ ടൈം വേണ്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ മാനേജ് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം പെർഫോം ചെയ്യുന്നത് മാനേജർ എന്നുള്ള റോളുള്ള ആളായിരിക്കും. സെക്കൻഡ് റോളാണ് ഓഥർ. ഓഥർ എന്താ ചെയ്യുക? ക്രിയേറ്റ്സ് ആൻഡ് ഫിക്സസ് ദ വർക്ക് പ്രൊഡക്റ്റ് അണ്ടർ റിവ്യൂ. റിവ്യൂവിൽ ഉള്ള വർക്ക് പ്രൊഡക്ട്സിനെ ഫിക്സ് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക, അതിൻ്റെ ഇഷ്യൂസിനെയൊക്കെ അതുപോലെ ക്രിയേറ്റ് ചെയ്യുക, ഫിക്സ് ചെയ്യുക. ഇതാണ് ഓഥറിൻ്റെ ജോലി. നെക്സ്റ്റ് വൺ മോഡറേറ്റർ. മോഡറേറ്റർക്ക് പറഞ്ഞ മറ്റൊരു പേരാണ് ഫെസിലിറ്റേറ്റർ എന്ന് പറയുക. ഇയാളുടെ പണിയാണ് ടു എൻഷുർ ദ എഫക്റ്റീവ് റണ്ണിങ് ഓഫ് റിവ്യൂ മീറ്റിംഗ്സ്. റിവ്യൂ മീറ്റിംഗ്സിനെ പ്രോപ്പറായിട്ട് റൺ ചെയ്യുക, അതാണ് മോഡറേറ്ററിൻ്റെ ജോലി. അതായത് മീഡിയേഷൻ, ടൈം മാനേജ്മെന്റ്, അതുപോലെ സേഫ് ഒരു റിവ്യൂ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് മോഡറേറ്ററിന്റെ ഡ്യൂട്ടീസിനകത്ത് വരിക. അടുത്ത റോളാണ് സ്ക്രൈബ് ഓർ റെക്കോർഡർ എന്ന് പറയാൻ പറ്റും. പുള്ളിയാണ് റിവ്യൂവേഴ്സിന്റെ അടുത്ത് നിന്ന് അനോമലീസിനെ കളക്ട് ചെയ്യുക, അതിനെ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുക. റിവ്യൂ മീറ്റിംഗിന് ശേഷം പിന്നീട് അയ്യോ നമ്മളത് റെക്കോർഡ് ചെയ്തില്ല, വിട്ടുപോയി, അല്ലെങ്കിൽ ഞാൻ അത് നോട്ട് ചെയ്തില്ല, അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. സോ ഇറ്റ്സ് ഹിസ് റെസ്പോൺസിബിലിറ്റി. അടുത്ത റോളാണ് റിവ്യൂവർ. ഹി പെർഫോംസ് റിവ്യൂസ്, അല്ലെ? റിവ്യൂ പെർഫോം ആണ് റിവ്യൂവർ എന്ന് പറഞ്ഞാൽ. സോ ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേക്ക് ഹോൾഡർ ആകാം, ഒരു SME മീൻസ് സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് ആകാം, ആ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്ന ആര് വേണമല്ലോ ആകാം റിവ്യൂവർ എന്ന് പറഞ്ഞാൽ. പിന്നെ റിവ്യൂ ലീഡർ ഉണ്ടായിരിക്കാം. പുള്ളിയായിരിക്കും ആരൊക്കെയാണ് ഇൻവോൾവ് ആകുക, എങ്ങനെയാണ് റിവ്യൂവിനെ ഓർഗനൈസ് ചെയ്യുക, എവിടെ വെച്ചാൽ ടേക്ക് പ്ലേസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് റിവ്യൂ ലീഡർ ആയിരിക്കാം. സോ ദീസ് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റോൾസ് ഇൻ റിവ്യൂസ്.
അടുത്തതായിട്ട് നമുക്ക് റിവ്യൂ ടൈപ്സ് കാണാം. സോ എന്തൊക്കെയാണ് റിവ്യൂ ടൈപ്സ് അതിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ചെറിയൊരു ഇൻട്രോ പറയാം. അതായത് ഈ റിവ്യൂ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ തൊട്ട് ഫോർമൽ വരാം. സോ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫോർമൽ തൊട്ട് പിന്നെ കുറച്ചൊരു മീഡിയം ഫോർമലായിട്ട് പിന്നീട് ഹൈ ലെവൽ ഫോർമാലിറ്റി ലെവലിലോട്ട് പോകുന്ന ടൈപ്സ് ഓഫ് റിവ്യൂസ് ആണ്. ഇത് അങ്ങനെയുള്ള കാറ്റഗറീസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. സോ നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല ഇന്നത് മാത്രമാണ് ശരി, ഇന്ന ടൈപ്പ് ഓഫ് റിവ്യൂ മാത്രമാണ് കറക്റ്റ്, ഇന്നത് അത്ര ബെറ്റർ അല്ല നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. It completely depends on the factors like SDLC, process maturity, per product complexity, legal or regulatory requirements. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് റിവ്യൂ ആണ് പിക്ക് ചെയ്യാന്നുള്ളത് തീരുമാനിക്കുന്നത്. ഒരു സെയിം വർക്ക് പ്രൊഡക്റ്റിനെ തന്നെ നമുക്ക് ഇൻഫോർമൽ റിവ്യൂവിനും കൊടുക്കാം, ഫോർമൽ റിവ്യൂവിനും കൊടുക്കാം. നോ ഇഷ്യൂസ്. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് ഇൻഫോർമൽ റിവ്യൂ ചെയ്തത് കൊണ്ട് ഫോർമൽ റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ചില സിനാരിയോസ് സംഭവിക്കാം രണ്ടും പെർഫോം ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് റൈറ്റ് റിവ്യൂ ടൈപ്പിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക? സോ ഈ റിവ്യൂ ടൈപ്പ് ഷുഡ് അലൈൻ വിത്ത് ദ റിവ്യൂ ഒബ്ജക്റ്റീവ്സ്, പ്രോജക്ട് നീഡ്സ്, അവൈലബിൾ റിസോഴ്സസ്, വർക്ക് പ്രൊഡക്ട് ടൈപ്പ്, റിസ്ക്, ബിസിനസ് ഡൊമൈൻ ആൻഡ് കമ്പനി കൾച്ചർ. സോ ഈ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഏത് റിവ്യൂ ടെക്നിക്കാണ് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്. ഇത് നമുക്ക് കാണാം വാട്ട് ആർ ദ കോമൺ റിവ്യൂ ടൈപ്സ് എന്നുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഇൻഫോർമൽ റിവ്യൂ. സോ ആ നെയിം പറയുന്നത് പോലെ എന്താണ്, കംപ്ലീറ്റ്ലി ഇൻഫോർമൽ ആണ്. ദർ ഇസ് നോ പർട്ടിക്കുലർ പ്രോസസ് ഓർ പ്രൊസീജിയേഴ്സ്. സോ ഡിഫറെൻറ്റ് പ്രോസസ്സും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്, ഫൈൻഡ് ഔട്ട് ദ അനോമലീസ് ഓർ ഡിഫക്ട്സ് ആണ് ഇൻഫോർമൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് ടൈപ്പാണ് വാക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് ഒരാൾക്ക്, അത് ഓഥർ. പുള്ളിയായിരിക്കും ഈ ഒരു വാക്ക് ത്രൂവിനെ കണ്ടക്ട് ചെയ്ത് ലീഡ് ചെയ്യുന്നത്. ആൻഡ് എയിംസ് ടു ഇവാലുവേറ്റ് ക്വാളിറ്റി, ബിൽഡ് കോൺഫിഡൻസ്, എഡ്യൂക്കേറ്റ് റിവ്യൂവേഴ്സ്, ജനറേറ്റ് ഐഡിയാസ് ആൻഡ് ഡിറ്റക്ട് അനോമലീസ്. സോ ഇത്രയായിരിക്കും വാക്ക് ത്രൂവിൻ്റെ ഫോക്കസ് ഓർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുക. അതുപോലെ ഇൻഡിവിജ്വൽ റിവ്യൂസ് ഇവിടെ പെർഫോം ചെയ്യണമെന്നില്ല വാക്ക് ത്രൂവിനകത്ത്. അടുത്തത് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് റിവ്യൂ ആണ് ടെക്നിക്കൽ റിവ്യൂ. ഇത് ലീഡ് ചെയ്യുന്നത് മോഡറേറ്റർ ആയിരിക്കും. സോ നിങ്ങൾ ISTQB പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട കുറേ കാര്യങ്ങൾ, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയത് എന്താണ്, ഒന്ന് പറഞ്ഞാൽ വാക്ക് ത്രൂ പെർഫോം ചെയ്യുന്ന ആയിരിക്കും ഓഥർ ആയിരിക്കും, ബട്ട് ടെക്നിക്കൽ റിവ്യൂ പെർഫോം ചെയ്യുന്നത് മോഡറേറ്റർ ആയിരിക്കും. സോ ഇങ്ങനെയുള്ള കുഞ്ഞു 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 ഓരോ പോയിന്റ്സ് നമ്മൾ ഓർത്തിരിക്കണം. ഇതൊക്കെ ആയിരിക്കും നമുക്ക് എക്സാമിനകത്ത് വരുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. Okay, let's come to the point. Technical review ലീഡ് ചെയ്യുന്ന മോഡറേറ്റർ ആയിരിക്കും. പുള്ളി ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള റിവ്യൂസിനെ വെച്ചിട്ടുണ്ടായിരിക്കും ഇത് പെർഫോം ചെയ്യുക. ഓക്കെ, അതായത് ടെക്നിക്കൽ നോളജുള്ള ആൾക്കാരായിരിക്കും ഈ റിവ്യൂവിൽ പങ്കെടുക്കുന്നത്. സോ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഗെയിൻ റിവ്യൂ എടുക്കുക ഓർ എന്താ പറയുക ഒപ്പീനിയൻ എടുക്കുക ഓൺ ടെക്നിക്കൽ ഇഷ്യൂസ്, ഡിറ്റക്ട് അനോമലീസ്, ഇവാലുവേറ്റ് ക്വാളിറ്റി, ജനറേറ്റ് ഐഡിയാസ് ആൻഡ് മോട്ടിവേറ്റ് ഇംപ്രൂവ്മെന്റ്സ്. ഇത്രയായിരിക്കും ടെക്നിക്കൽ റിവ്യൂയുടെ ഒബ്ജക്റ്റീവ്സ്. And the last type of review is inspection. ഇതാണ് മോസ്റ്റ് ഫോർമൽ റിവ്യൂ ടൈപ്പ്. ഫുൾ ഫോർമലായിട്ട് പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് എന്താ പറയുക, ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ട്, കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് വേണം, പ്രോസസ്സ് വേണം. ഇതെല്ലാം ഈ ഇൻസ്പെക്ഷനകത്ത് ഫോളോ ചെയ്തിരിക്കണം ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ വാട്ട് ഇസ് ദ മെയിൻ ഒബ്ജക്റ്റീവ്? ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ദ മാക്സിമം നമ്പർ ഓഫ് അനോമലീസ്. പിന്നെ ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യുക, ബിൽഡ് കോൺഫിഡൻസ്, മോട്ടിവേറ്റ് ഇംപ്രൂവ്മെന്റ്സ്. ഇതൊക്കെ അതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മറ്റ് ഒബ്ജക്റ്റീവ്സിന് കാറ്റഗറി വരുന്നതാണ്. അതുപോലെ the author cannot act as the leader or scribe in the inspection. So ഓഥറിന് ഒരിക്കലും ഒരു ലീഡറായിട്ടും സ്ക്രൈബായിട്ടും ഇൻസ്പെക്ഷനിൽ ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓഥർ എന്ന് പറഞ്ഞാൽ ഓഥറിൻ്റെ റോൾ മാത്രമേ പെർഫോം ചെയ്യാവൂ. നെക്സ്റ്റ് ഈസ് സക്സസ് ഫാക്ടേഴ്സ് ഫോർ റിവ്യൂസ് ആണ്. ഒരു റിവ്യൂ സക്സസ് ആവണമെങ്കിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ സെറ്റ് ക്ലിയർ ഗോൾസ് ആൻഡ് മെഷറബിൾ ക്രൈറ്റീരിയ ഫോർ സക്സസ്. സക്സസ് എന്ന് വെച്ചാൽ ഗോൾസിനെ അതിനെ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു റിവ്യൂ പ്രോസസ്സ് തുടങ്ങാനായിട്ട് തന്നെ. ഒരിക്കലും ഇതിൽ പങ്കെടുക്കുന്ന റിവ്യൂവേഴ്സ് ഓർ പാർട്ടിസിപ്പൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കരുത് നമ്മുടെ ആ ഗോൾ എന്ന് പറഞ്ഞാൽ. പകരം നമ്മുടെ ആ പ്രോസസ്സ് അതിലായിരിക്കും നമ്മുടെ ഫോക്കസ്. സെക്കൻഡ് തിങ്, നമ്മൾ ചൂസ് ചെയ്യുന്ന റിവ്യൂ ടൈപ്പ് എന്ന് പറയുന്നത് based on the goals, the work participants, the project context, ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഈ റിവ്യൂവിനെ ബ്രേക്ക് ചെയ്യുക സ്മോൾ ചങ്ക്സ് ആയിട്ട് ഓർ സ്മോൾ പാർട്സ് ആയിട്ട്. ഇറ്റ് വിൽ ഹെൽപ്പ് ടു റിവ്യൂവേഴ്സ് ടു മോർ ഫോക്കസ്. സോ റിവ്യൂവേഴ്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് റിവ്യൂ പെർഫോം ചെയ്യാനായിട്ട് അത് ഹെൽപ്പായിരിക്കും. മറ്റൊരു പോയിന്റ് ആണ് ഗീവ് ഫീഡ്ബാക്ക് ടു സ്റ്റേക്ക് ഹോൾഡർ ആൻഡ് ഓതേഴ്സ് ടു ഹെൽപ്പ് ഇംപ്രൂവ് ദ പ്രൊഡക്റ്റ് ആൻഡ് ദെയർ വർക്ക്. ഓക്കെ,
പിന്നെ ഒന്നാണ് അലോ ഇനഫ് ടൈം ഫോർ പാർട്ടിസിപ്പൻസ് ടു പ്രിപ്പയർ ഫോർ ദ റിവ്യൂ. ഒരിക്കലും എടുപടി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും റിവ്യൂ ഒന്ന് കഴിച്ചാൽ മതി എന്നുള്ള ആ ഒരു മനസ്സോടുകൂടി പ്രോസസ് ചെയ്യരുത്. പകരം പാർട്ടിസിപ്പൻസിന് ഐ മീൻ ദ റിവ്യൂവേഴ്സിന് ഇനഫ് ടൈം കൊടുത്തിട്ട് വേണം ഇതിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതുപോലെ എൻഷുർ മാനേജ്മെന്റ് സപ്പോർട്ട്സ് ദ റിവ്യൂ പ്രോസസ്. മാനേജ്മെന്റ് സപ്പോർട്ട് ഉണ്ടെന്ന് എൻഷുർ ചെയ്യുക. പിന്നെ മേക്ക് റിവ്യൂസ് എ പാർട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ കൾച്ചർ ടു എൻകറേജ് ലേണിംഗ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. സോ ഓർഗനൈസേഷൻ്റെ കൾച്ചറായിട്ട് ഇതിനെ മാറ്റുക, കൂടുതൽ ഇംപ്രൂവ്മെന്റ് ഇൻ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. പിന്നെ ഒന്നാണ് പ്രൊവൈഡ് പ്രോപ്പർ ട്രെയിനിങ് ഫോർ ഓൾ പാർട്ടിസിപ്പൻസ്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അതായത് ഈ റിവ്യൂവിൽ ചുമ്മാ ഉള്ള കുറച്ച് പേരെ പിടിച്ചിട്ട് റിവ്യൂ പെർഫോം ചെയ്യുക എന്നുള്ള പേരാക്കിയിട്ട് കാര്യമില്ല. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ഷുഡ് ഗീവ് പ്രോപ്പർ ട്രെയിനിങ്. സോ നല്ല ട്രെയിനിങ് കൊടുത്ത് എന്താ പറയുക, അവർക്ക് അത്യാവശ്യം അണ്ടർസ്റ്റാൻഡിങ് കൊടുത്തതിന് ശേഷം മാത്രമേ റിവ്യൂ പെർഫോം ചെയ്യാവൂ. പിന്നെ മറ്റൊരു ഫാക്ടറാണ് ഫാസിലിറ്റേറ്റിംഗ് മീറ്റിംഗ്സ്. സോ ഇത്രയാണ് സക്സസ് ഫാക്ടേഴ്സ് ഫോർ റിവ്യൂസ്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ കഴിഞ്ഞു. സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. സോ ഐ ഹോപ്പ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇപ്പം മിക്കവർക്കും അറിയായിരിക്കും. സോ അതിലോട്ടൊന്ന് മെസ്സേജ് ചെയ്യുക, ഓർ ഇൻസ്റ്റാഗ്രാം ഓർ ഇമെയിൽ ഓർ ഫേസ്ബുക്ക് ഇതൊക്കെ ഉണ്ട്, നമുക്ക് അതിലോട്ട് മെസ്സേജ് അയച്ചാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ചെറിയ ഡിലേ ചിലപ്പം വരാം, ഇപ്പോൾ കുറച്ച് ഡിലേ വരുന്നുണ്ട് എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ആൻഡ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട്. ബട്ട് ഞാൻ എന്നാലും മാക്സിമം പെട്ടെന്ന് തരാൻ ശ്രമിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് എന്നെ എപ്പോഴും കോൺടാക്ട് ചെയ്യാം, നോ ഇഷ്യൂസ്. അപ്പം ISTQ പ്രിപ്പയർ ചെയ്ത് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടി, കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. പക്ഷേ വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ആ ഒരു PDF കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, അത് മറക്കരുത്. സോ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും, മറ്റൊരു വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.